വെൻ യു ഹാവ് ടു ഡിസൈഡ് ബിറ്റ്വീൻ ഫ്ലീറ്റിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്. നിലനിൽക്കുന്ന ബന്ധം വേണോ, ഈ കടന്നു പോകുന്ന വൈകാരികത വേണം. ഇത്രയും ഈ വൈകാരികത മനുഷ്യരാവാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പാഠം. നമ്മൾ പറയുന്നൊരു സംഭവമുണ്ട്, ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാൽ ഇതിനാണ് നമ്മൾ പറയുന്നത് ഉത്തമാംഗം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മുടെ ഒരു രീതിയിൽ. കാരണം ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ എല്ലാ പോർഷൻസും ഇങ്ങനെ സമാന്തരമാണ്. ചിലപ്പോൾ വിശക്കുന്നു, ചിലപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇണചേരേണ്ടതായിട്ട് വരുന്നു, ചിലപ്പോൾ ബുദ്ധിപരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെ പാരലാണ്. പക്ഷെ മനുഷ്യനെ ഒരു ഘടന ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നുണ്ട്, ഇതിന് താഴെയായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്, ഇതിന് താഴെയായിട്ടാണ് ഹൃദയം പോലും ഇരിക്കുന്നത്. അപ്പോൾ ഒന്നതാണ് കുറച്ചുകൂടി ഒരു ബുദ്ധിപരമായ ജീവിതം എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ആ പരിസ്ഥിതിക്കിണങ്ങി ഒന്നാമത്തെ നിലപാടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ കല്ല് അപ്പമാകും എപ്പോഴാണ്? വർഷങ്ങൾ കൊണ്ട്. ഈ പറഞ്ഞ കല്ല് പൊടിഞ്ഞ് മണ്ണാവുകയും മണ്ണ് ഇങ്ങനെ വയലാവുകയും ആ വയലിനകത്ത് വിത സംഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാലത്തില് ഈ സംവത്സരങ്ങളുടെ ഇടവേളയില് ഈ പറയുന്ന കല്ല് അപ്പമാകും. അതുവരെ കാത്തിരിക്കാന്നുള്ളതാണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പരിസ്ഥിതിയോട് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം വിശ്വസിക്കുന്നത് അതിനകത്താണ്. ഇങ്ങനെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. കാരണം അതിൻ്റെതായൊരു നേരമുണ്ട്. മനുഷ്യരുടെ തിടുക്കങ്ങളും അതിന് താല്പര്യമില്ല. ബുദ്ധബോധവിഷത്തോടെന്ന് മനസ്സിലാക്കിയ ഒന്നാമത്തെ പാഠം അതായിരുന്നു. ഇങ്ങനെ ഇത് സ്ലോ ഡൗൺ ചെയ്യാനാ പറയുന്നത്. എന്തോ ഒരു മന്ത്രം ഇയാൾ ഉരുവിടുന്നുണ്ടായിരുന്നു. എന്താ മന്ത്രമെന്ന് നമുക്കത്ര കൃത്യമായിട്ട് പിടുത്തം കിട്ടുന്നില്ല. പാലിയാണ്. പാലി ഒരു മൃതഭാഷയാണ്. അതുകൊണ്ട് ബുദ്ധ ഉരുവിട്ടുകൊണ്ടിരുന്ന പദങ്ങളെക്കുറിച്ച് എപ്പോഴും തർക്കമുണ്ട്. എന്നാലും പൊതുവെ കരുതപ്പെടുന്നത് ഒറ്റ വാക്ക് മാത്രമാണ്, സ്ലോ സ്ലോ സ്ലോ. എല്ലാത്തിലൂടെയും സ്ലോ ഡൗൺ ചെയ്താൽ നല്ലത്. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒന്നിങ്ങനെ അവളുടെ ഒരു കൈപുണ്യവും അവളുടെ അധ്വാനവും നമ്മൾ എണീക്കുന്നതൊക്കെ ആകുമ്പോൾ അവൾ എണീറ്റെന്നൊക്കെ ഓർത്തിട്ട് പതുക്കെ ഒന്ന് ഭക്ഷിക്കുക. ഒരു ദാമ്പത്യ ഇന്റിമസിക്കകത്ത് ഏറ്റവും ബേസിക്കായ നിയമമാണ് ഇങ്ങനെ സ്ലോ സ്ലോ. ഒന്നിതാണ്, ഇത്രയും വൈകാരികതകൾ നമ്മുടെ ജീവിതം അർഹിക്കുന്നില്ല. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു കുന്നിൻ ചെരുവിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഈ കാണുന്ന സകല പ്രപഞ്ചവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നിനക്കുള്ളതാണ്, നീ എന്നെ നമസ്കരിക്കുകയാണ്. രണ്ടാമത്തതാണ്. രണ്ടാമത്തത് ഒരു ബുദ്ധി കിട്ടുക എന്നുള്ളത്, ഒരു പ്രകാശം കിട്ടുക എന്നുള്ളത്. എന്താണത്? നമ്മൾ കാണുന്ന പല ആഡംബരങ്ങളും വാസ്തവത്തില് നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചതിന്റെ അടയാളമൊന്നുമല്ല. നിങ്ങൾ തിന്മയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായെന്നുള്ളത്. സെക്കൻഡ് ആ റെവല്യൂഷൻ. പലപ്പോഴും നമ്മൾ ഈ ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു കാര്യത്തിന്റെ പിന്നിലുള്ളൊരു ക്രൈം എന്ന് വ്യവഹാര ഭാഷയിലും സിനെന്ന മതഭാഷയിലും പറയുന്നൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആ ഒരു പ്രശസ്തമായ സിനിമയിലൊക്കെ കേൾക്കുന്ന കണക്ക് ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം. ഇത്രയും ഫോർച്യൂൺസ് നമ്മൾ അർഹിക്കുന്നില്ല. ക്രമാതീതമായിട്ടുള്ള എന്ത് ഐശ്വര്യങ്ങൾക്ക് പിന്നിലും ഒരു പാപമുണ്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. യേശു അതിനകത്തൊന്നും തെന്നിമാറുകയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് വെറുതെ കവിതയല്ല, ജീവിതത്തോട് നിങ്ങൾ പുലർത്തുന്ന കൃത്യമായ നിലപാടാണ്. ഇങ്ങനെ ആവശ്യങ്ങൾ കുറച്ചെടുക്കുക എന്നൊരു സംഭവമുണ്ട്. വളരെ ഭംഗിയായിട്ടൊക്കെ ഇപ്പൊ ജപ്പാനിലൊക്കെ മനുഷ്യർ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മിനിമലിസം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മറ്റു ദേശങ്ങളിൽ നിന്നൊരു പക്ഷെ നമ്മളെ ഈ പറഞ്ഞൊരു ഇടം കുറച്ചുകൂടി ധ്യാനമുള്ളതായിട്ട് ഒരു പ്രകാശം നമുക്ക് കിട്ടുന്നതിന് കാരണം ഒക്കെ ചെറുതാണ്. പുറത്തുള്ള വലിയ ഹോട്ടലുകളൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ ദേശക്കാരുടെ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. ഈ ചെറുതിന്റെ ഭംഗി, വളരെ കുറച്ച് കാര്യങ്ങൾ മതി എന്നുള്ളൊരു ധൈര്യം, ഈ വലുതിനോട് ഇത്തിരി അകൽച്ച സൂക്ഷിക്കാന്നല്ല. ജീവിക്കാൻ ഒരാൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അത്തരം ഒരു കാര്യം നിശ്ചയിക്കാത്തടത്തോളം കാലം നിങ്ങളുടെ പരിസ്ഥിതിയോടുള്ള ഇഷ്ടവും നിങ്ങളുടെ പരിസ്ഥിതിയുള്ള സൗഹൃദവും ഒക്കെ വെറുതെ ഇങ്ങനെ ആംചെയർ വിചാരങ്ങൾ മാത്രമാണ്. എന്തെങ്കിലും ഒരു കാര്യം ചുരുക്കാൻ പറ്റുക എന്നുള്ളതാണ്, എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു ഗോപുരം മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നിങ്ങനെ താഴോട്ട് ചാടാനാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ താഴോട്ട് ചാടുമ്പോഴേക്കും നിന്നെ താങ്ങാനായിട്ട് മാലാഖമാരുണ്ടാവും. നമ്മൾ പലപ്പോഴും കളിയായിട്ട് പറയാറില്ലേ, ഈ സാത്താൻ വേദമോതുക എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ആ ഒരു ചൊല്ല ആരംഭിക്കുന്നത് ഇവിടെ നിന്ന്. കൃത്യമായിട്ട് ഈ ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെ വിശേഷി കരിസ്മാറ്റിക് മൂവ്മെന്റ് ശേഷം ഒക്കെ ചൊല്ലുന്ന തൊണ്ടുന്ന സങ്കീർത്തനമാണ് സാത്താൻ പറയുന്നത്. നീ താഴോട്ട് ചാടിയാണെങ്കിൽ നിനക്ക് ഒരു പരിക്കും പറ്റാതെ സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെ മാലാഖമാരുടെ ചിറകൊണ്ടെന്നാണ് പറയുന്നത്. പ്രശ്നമുണ്ട്, കാലാകാലങ്ങളായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ചാടി എല്ലാ മനുഷ്യർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് നിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്തുള്ള
ഒരു ബുദ്ധിക്കുറവാണ് മൂന്നാമത്തെ നമ്മുടെ മെഡിറ്റേഷൻ. ഈ പ്രകൃതി നിയമം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പ്രകൃതിക്ക് കൃത്യമായിട്ടൊരു ഭാഷയുണ്ട്. അതിനെ കാണാതെയും അതിനെ നിരസിച്ചുമൊക്കെ നിങ്ങൾ ഏർപ്പെടുന്ന ഒരു ജീവിതത്തിന് ഈശ്വരന്റെ സംരക്ഷണം കിട്ടുക എന്ന് പറയുന്ന ആ ബാലിശ്യമായ ദൈവസങ്കല്പമാണ് ഇവിടെ ലീഡ് ചെയ്യപ്പെടുക. കുറച്ചുകൂടി ഇങ്ങനെ പ്രകൃതി എന്താണ് ആഗ്രഹിക്കുന്നത് അന്വേഷിക്കുക. എന്താണ് പ്രകൃതി അന്വേഷിക്കുന്നൊക്കെ പിടുത്തങ്ങളുടെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഋതമുണ്ടോ? ബേസിക് ആയിട്ടൊരു താളമുണ്ട് ജീവിതത്തെക്കുറിച്ച്. ആ താളം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ സൃഷ്ടിച്ച താളമല്ല, നിങ്ങൾക്ക് വേണ്ടി നേരത്തെ നിശ്ചയിക്കപ്പെട്ടില്ല നോട്ടുകളുണ്ട്. വലിയ വലിയ സിംഫണികളൊക്കെ സംഭവിക്കുന്ന കണക്കാണ്. എന്തുമാത്രം വാദ്യോപകരണം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ മുഴുവൻ വാദ്യോപകരണങ്ങൾക്കും വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മ്യൂസിക് നോട്ട്സ് ഉണ്ട്. അത് കണ്ടെത്തി നിങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗീതമുണ്ട്. ഈ താളം എന്ന് പറഞ്ഞ സംഭവമാണ് പ്രകൃതി നിയമം. അതിനെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവം സംരക്ഷിക്കാന്നൊക്കെ പറയുന്ന ഇപ്പോഴും മനുഷ്യരെ ചെന്ന് ചാടുന്ന ബാലിശമായ ദൈവസങ്കല്പങ്ങൾ കൂടി ഇവിടെ ഇരിക്കപ്പെടുക. ഞാൻ ഈ കാര്യങ്ങൾ അല്പം പോലും നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. വെറുതെ എല്ലാ മനുഷ്യർക്കും ഉള്ള ചില പ്രലോഭനങ്ങളുടെ ആദി രൂപം എന്നൊക്കെ നിലയിൽ നമ്മളതിനെ പ്രോട്ടോടൈപ്പ് എന്ന നിലയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു 3 പ്രലോഭനമാണ്. ഒന്നിങ്ങനെ നിങ്ങൾക്കൊരു വൈകാരിക മനുഷ്യനാവണമെന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഈ ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു കാര്യത്തോട് ഇത്തിരി അകലം സൂക്ഷിച്ചാൽ നല്ല. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഇസ് സിൻ. ഒന്നെങ്കിൽ ദ വേ യു ജനറേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ദ വേ യു സ്പെൻഡ് ഇറ്റ്, അല്ലെങ്കിൽ ദ വേ യു സേവ് ഇറ്റ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് മനുഷ്യൻ ഈ ധനവുമായിട്ട് പാപം ചെയ്യും. അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു വാക്കാണ് ഈ ധനം എന്ന് പറയുന്നത്. ഇപ്പൊ വിവേകാനന്ദയൊക്കെ എങ്ങനെ രാമകൃഷ്ണ പരമസിലോട്ടൊക്കെ എത്തുന്നത്? രാമകൃഷ്ണൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു ഗുരുവിലോട്ട് അർപ്പിക്കണമെങ്കിൽ ആദ്യം ആ ഗുരുവിനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. തിരിച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും കാലം വരെ ഗുരു വാസ്തവത്തിൽ ശിഷ്യനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. അതിന്റെ അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ദക്ഷിണയായിട്ട് ഇത്തിരി പണമൊക്കെ കിട്ടും. അത് ഈ മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം വൈകുന്നേരം കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കി കളയാന്നുള്ളതാണ്. അതിനകത്ത് നിന്ന് ഒരു നാണയം എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ ആചാര്യന്റെ ഇങ്ങനെ കിടക്കയുടെ താഴെയായിട്ട് വെച്ചു. ഇയാൾ സന്ധ്യക്ക് വന്ന് വിശ്രമിക്കാനായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ പാമ്പ് കുത്തി കണക്ക് ഇങ്ങനെ തെറിച്ചു പോവുകയാണ്. ഇത് പറഞ്ഞു, ഈ അപകടം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ അപകടം എന്ന് അന്വേഷിക്കാനായിട്ട് എല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ ഇയാളുടെ കിടക്കയുടെ താഴെയായിട്ട് തലേന്ന് ദക്ഷിണയായിട്ട് കിട്ടിയ ഒരു നാണയം അപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ ഒരു അപകടം ഈ നാണയത്തിനകത്തുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഈ മനുഷ്യര് ധനവാന്മാരായിട്ട് ജീവിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടല്ല. റാദർ ദേ കോംപ്രമൈസ് വിത്ത് ഈ പറഞ്ഞൊരു കാര്യമായിട്ടാണ്. നീ എന്നെ നമസ്കരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ തരാമെന്ന് പറയാം. അപ്പോൾ വെറുതെ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ജപ്പാൻ യാത്ര ഉണ്ടായിരുന്നു. അവിടെ ഒരു ചിത്രശലഭത്തിന്റെ വേണ്ടി ഒരു മോണസ്ട്രി ഉണ്ട്. എല്ലാ പാഠങ്ങളും പഠിപ്പിക്കുന്ന ചിത്രശലഭങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയെ ഉപയോഗപ്പെടുത്താം. എങ്ങനെയാണ്? ഒരു ചിത്രശലഭം പൂവിനെ ഉപയോഗപ്പെടുന്ന കണക്ക്. അതിനകത്ത് നീ തേനെടുക്കുന്ന കാര്യം ഈ പൂ പോലും അറിയുന്നില്ല. അത്രയും പരുക്ക് കൊടുക്കാതെ അത്രയും അവനവന്റെ ആവശ്യങ്ങൾക്കുള്ള ഏറ്റവും നല്ലത് മാത്രം എടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സംഭവം കിടപ്പുണ്ടേ. അതാണ് ചിത്രശലഭങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായിട്ട് അവർ കരുതുന്നത്. ഡെയിലി ബ്രെഡ് എന്നൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. പ്രതിദിന ആഹാരം. എന്താണത്? മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. മൂന്നാമതായിട്ട് ഈ പറയുന്ന ഈ പ്രകൃതിയുടെ നിയമം തന്നെയാണ് ദൈവം എന്നുള്ളൊരു ബോധം. അതിനെ ലംഘിച്ചുകൊണ്ട് ഈ ദൈവം കാക്കാൻ എന്നൊക്കെ ഉള്ള സങ്കല്പമാണ് ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടത്. യേശു ഇതിനൊക്കെ ക്രോസ് ചെയ്തു. നേരത്തെ പറഞ്ഞ കണക്ക് ബുദ്ധ ഇങ്ങനെ ഭൂമിയെ നമസ്കരിച്ച് മാരനെ അഭിമുഖിച്ചതും കുറിയ കടന്നതും കണക്ക് യേശു ഇതിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. യേശു ഇതിനെ ക്രോസ് ചെയ്യുന്നത് തൊട്ടുമുമ്പത്തെ ഒരു അനുഭവത്തിൽ നിന്നാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തൊട്ടുമുമ്പ് ഈ പറഞ്ഞ 40 ദിവസത്തെ മരുഭൂമി വാസത്തിന് തൊട്ടുമുമ്പായിട്ടുള്ളത് ജ്ഞാനസ്നാനമാണ്. ഇയാളിങ്ങനെ പുഴയിൽ മുങ്ങി നിവരുമ്പോഴേക്ക് ആകാശം പറഞ്ഞു, യു ആർ മൈ ബിലവഡ്. ഒരു സ്നേഹം നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നുള്ള ബോധത്തിൽ നിന്ന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എത്തിക്കലാകാനായിട്ടുള്ള ശ്രമമാണ്. ഒരു ദിവസം ഒരാളിങ്ങനെ പ്രകൃതിക്കിണങ്ങിയ ജീവിതം ആരംഭിക്കുന്നത് അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എത്തിക്സോ ഒരു ധാർമ്മിക ജീവിതത്തിന്റെ ഭാഗമായിട്ടല്ല, പെട്ടെന്ന് ഒരു ദിവസം അയാൾക്ക് കിട്ടുന്നൊരു സ്നേഹാനുഭവമാണ്. അപ്പോൾ ആ സ്നേഹാനുഭവത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ടൈറ്റിലേക്ക് വരുന്നത് പരിസ്ഥിതിയുടെ ആത്മീയത. പെട്ടെന്ന് ഒരാൾക്ക് സ്നേഹം കിട്ടിയ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരം ചില വിചാരങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ജോൺസി മാസ്റ്ററാണ്, അല്ലെ? ആൻകിൻ്റെയൊക്കെ എഡിറ്ററൊക്കെ ആയിരുന്നുള്ള ജോൺസി മാസ്റ്ററും പിന്നീട് അതിനകത്തൊക്കെ സൂചിമുഖി തുടങ്ങിയ മാസികളൊക്കെയാണ് നമ്മുടെ ചെറിയ കാലത്തെ ഇതിനിണങ്ങിയ മട്ടിൽ ഇത്തിരി ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇപ്പം ഈ മനുഷ്യന്റെ ഒരു സ്നേഹാനുഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഭയങ്കരമായ സ്ട്രെസ്സാണ്. ജീവിതം മുമ്പോട്ട് പോകാനായിട്ടൊരു താല്പര്യമില്ല. അങ്ങനെ ഈ മനുഷ്യൻ
ഒരു ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വനത്തിൽ ചെന്ന് ചാടിയ, അതിനുള്ള ധൈര്യം കിട്ടിയാൽ മതി. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ ഇങ്ങനെ മരങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ, ഈ പറഞ്ഞ മരച്ചോട്ട് ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇയാൾക്കൊരു കാഴ്ച ഉണ്ടാവുകയാണ്. ഈ ചുറ്റുപാടുമുള്ള ഈ പ്രപഞ്ചം ഇങ്ങനെ ഉരുകാൻ തുടങ്ങി, ഈ മെഴുകൊക്കെ ഉരുകുന്ന കണക്ക്. അങ്ങനെ അയാളുടെ മുമ്പിലായിട്ട് ഒരു പച്ച ലായനി രൂപപ്പെട്ടു. അതിങ്ങനെ വേദപുസ്തകത്തിലൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ പാദത്തിൽ നിന്ന് ഉണർന്ന് മുട്ടോളം ചെല്ലുന്നു, അരയോളം ചെല്ലുന്നു, പിന്നെ ഇയാൾക്ക് സമാധിയായി. ചുറ്റിനും പച്ച മാത്രമാണ്. കുറേ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ആ ഉറക്കത്തിന് ശേഷം ഇയാൾ എണീക്കുമ്പോഴേക്കും പുതിയ ലോകമായിരുന്നു. അയാൾക്ക് തോന്നി ഓരോ പച്ചിലയും എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ആ അഗാധമായ സ്നേഹാനുഭവത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ജീവിതകാലം മുഴുവൻ ഈ പരിസരത്തിന് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയൊക്കെ ഇത്രയും അറിഞ്ഞതൊക്കെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ തിയറീസിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ പ്രകാശിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. അതാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ആത്മീയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.